പോളിംഗാണ്. എന്നാലും പിണറായി വിജയൻ തുടർന്ന് ഭരണത്തിൽ വരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹവും താല്പര്യവും. രാഷ്ട്രീയത്തിൽ, പൊതുപ്രവർത്തനത്തിലെല്ലാം രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർ ആഗ്രഹം കാണാം. വി.ഡി. സതീശ് കാണാം, അതുപോലെ രമേശ് ചെന്നിത്തലയ്ക്ക് കാണാം, വേറെ പലർക്കും കാണാം. അത് സ്വാഭാവികമാണ്. എല്ലാവരും യോഗ്യന്മാരാണ്. കാരണം MLA എന്ന നിലയിൽ ഇപ്പം പാസ്സായി വന്നു കഴിഞ്ഞാൽ എല്ലാവരും അതിന് യോഗ്യരല്ലേ? ആരും അയോഗ്യരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാണോ? അപ്പോൾ അതുപോലുള്ള വിഷയങ്ങളിലേക്ക് ഒന്നും തർക്കത്തിലേക്ക് വിടാതെ നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. ആരാ ജയിക്കുന്ന വെച്ചാൽ അവര് വരട്ടെ. അല്ലാതെ ഇപ്പം മാറ്റണമെന്നും മാറ്റണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ജനാധിപത്യം വിജയിക്കണം. അതിനനുസരിച്ചുള്ള നിലപാട് ജനങ്ങൾ സ്വീകരിക്കണം. സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ കുറ്റക്കാരെ ശിക്ഷിക്കണം. അതിന് യാതൊരു സംശയവുമില്ല. അത് കോടതിയും ഗവൺമെന്റും അത് വേണ്ടവണ്ണം അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നടക്കട്ടെ. സതീശനെ ശത്രുവായി പ്രഖ്യാപിച്ച്, സതീശനെ വേട്ടയാടി, സതീശനെ കുറ്റപ്പെടുത്തി, സതീശനെ ആക്ഷേപിച്ച്, അധിക്ഷേപിച്ച് അങ്ങനെ സഖ്യമുണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ച രണ്ട് ആളുകളാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനും NSSന്റെ സുകുമാരൻ നായരും. ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ, വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ സതീശനെ ഇത്രയധികം അധിക്ഷേപിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ നടേശൻ ഇപ്പൊ പറയുന്നത് എന്താ? സതീശന് കുഴപ്പമൊന്നുമില്ല, സതീശൻ യോഗ്യനാണ് എന്നാണ്. എന്താ അങ്ങനെ ഒരു മനംമാറ്റത്തിന് കാരണം? എന്താ ഒരു മാനസാന്തരം? എന്താണ് അതിന്റെ കാരണം? കാരണം മറ്റൊന്നുമല്ല, സതീശൻ അധികാര കസേരയിലേക്ക് വരികയാണ് എന്നുള്ള കാര്യം ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനും ബോധ്യമായിട്ടുണ്ട്. ആ ബോധ്യം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന് ഇങ്ങനെ ഒരു മാനസാന്തരത്തിനുള്ള കാരണമെന്ന് പറയുന്നത്. തന്ത ആരാന്ന് ചോദിച്ചാൽ കാണുന്നവനൊക്കെ തന്തയാ. കാണുന്നവനൊക്കെ തന്തയാ. ആരെ കണ്ടാലും അപ്പ എന്നാ വിളിക്കുന്നത്. കാരണം എന്താ? വെള്ളാപ്പള്ളി നടേശനൊക്കെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാം തരം ക്രിമിനലാ. കേരളത്തില് ഏത് സാമുദായിക നേതാവിനെതിരെയാ 128 അല്ലെങ്കിൽ 140 കേസുകളുള്ളത്? ഏത് സാമുദായിക നേതാവിനെതിരെയാ കേസുകളുള്ളത്? ഇത് എന്തുകൊണ്ടാണ് ഈ കേസുകളൊക്കെ? നല്ല ഒന്നാം തരം ക്രിമിനലാ. ആ ക്രിമിനല് ഇപ്പൊ ലക്ഷ്യം വെക്കുന്നത് കാരണം ഒന്നിങ്ങനെ മയത്തിലൊക്കെ നിൽക്കണം, ഇല്ലെങ്കിൽ അഴി എണ്ണേണ്ടി വരും എന്നുള്ള ചിന്തയാ. പക്ഷേ നടേശനെ ആയിരിക്കും ആദ്യം പൂട്ടുന്നത്. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നടേശനെ ആയിരിക്കും ആദ്യം പൂട്ടുന്നത്. നടേശന്റെ ചീഞ്ഞളിഞ്ഞ പിണറായി വിജയനെ പോലെ കൈവെള്ളയിൽ കൊണ്ടു നടന്നിട്ട് പാലൂട്ടി വളർത്താനൊന്നും സതീശനെ കിട്ടില്ല. സതീശന് അതിന് കിട്ടില്ല. ഇപ്പൊ സതീശൻ വരുമെന്നുള്ളതായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും, പ്രചരണങ്ങൾ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പും കഴിഞ്ഞപ്പോൾ ഒരു ടോട്ടൽ ആകത്തുക മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ വെള്ളാപ്പള്ളി നടേശനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്രകാലം അധിക്ഷേപിച്ച്, പരിഹസിച്ച്, വ്യക്തിഹത്യ നടത്തി, തെറി വിളിച്ച സതീശനെ ഇപ്പൊ യോഗ്യനെന്നാ പറയുന്നത്. യോഗ്യനെന്നാ പറയുന്നത്. ഇനിയിപ്പോ ഈ വീപ്പക്കുറ്റി, ഈ പന്നിക്കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് സതീശൻ എന്തിനാ? അവനിക്ക് നല്ല ബോധ്യമുണ്ട് അവൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും കാര്യമില്ല. ഇനി അവൻ എതിർത്താലും അവൻ ഉണ്ടാക്കിയാലും സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമെന്നുള്ള ബോധ്യം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോ ഇങ്ങനെ മാറ്റി പറയാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലും കാല് നക്കിയിട്ടാണെങ്കിലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, തടി കഴിച്ചിലാക്കണം. അത്രേ വെള്ളാപ്പള്ളി നടേശന് ഉദ്ദേശമുള്ളൂ. അതാണിപ്പോ ഈ ഊമ്പാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? സുകുമാരൻ നായർക്കും ഇപ്പോ സതീശനോട് വലിയ പ്രശ്നമൊന്നുമില്ല. എന്താണെങ്കിലും തല്ലി പിരിഞ്ഞതാ. പൊതുശത്രുവായി സതീശനെ പൊതുശത്രുവായി കണക്കാക്കി രണ്ടുപേരും അതിലൂടെ ഒരു സഖ്യമുണ്ടാക്കാൻ നോക്കി. സഖ്യമുണ്ടാക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. ആ കാരണം സതീശനെ ശത്രുവാക്കുക എന്നുള്ളതായിരുന്നു. സതീശനെ ശത്രുവാക്കി വേട്ടയാടിക്കൊണ്ട് അതിലൂടെ സഖ്യമുണ്ടാക്കാൻ നോക്കിയിട്ട് തല്ലി പിരിഞ്ഞ രണ്ടാളുകളായി ഇവർ രണ്ടുപേരും. ഇപ്പൊ അവസാനം സതീശന്റെ തൂമ്പാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാ. എന്താ കാര്യം മറ്റൊന്നുമില്ല. ഭരണം മാറാൻ പോവുക, സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരാൻ പോവുകയാണ്. അത് തന്നെയാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? സതീശനെ എങ്ങനെയെങ്കിലും ഒന്ന് സ്കോപ്പിട്ട് കൂടെ നിൽക്കണം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ രണ്ടെണ്ണത്തിനും മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട്.
രണ്ടെണ്ണത്തിനും മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട്. ഇവരൊക്കെ ഇപ്പോഴും SNDP-യുടെ ആണെങ്കിലും NSS-ന്റെ ആണെങ്കിലും രണ്ടിൻ്റെയും തലപ്പത്ത് ഇവർ രണ്ടുപേരും ഇരിക്കുന്നുണ്ടെങ്കിൽ, അധികാരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പണത്തിൻ്റെ ഒരു ബലം കൊണ്ട് മാത്രമാണ്. അതല്ലാതെ ആ ജനത്തിന് താല്പര്യമുണ്ടായിട്ടൊന്നല്ല. പണത്തിൻ്റെ ഒരൊറ്റ പവർ, മണി പവർ കൊണ്ട് മാത്രമാണ് ഇവർ രണ്ടുപേരും SNDP-യുടെ ആണെങ്കിലും NSS-ന്റെ ആണെങ്കിലും മുഖ്യ നേതാവായിട്ടൊക്കെ ഇരിക്കുന്നതിൻ്റെ കാരണം, അധികാരത്തിലിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്. പക്ഷേ ഇവരുടെ വാക്കുകൾക്ക് SNDP-കാരനും വിലയില്ല, ഇനി NSS-കാരനും ഒരു വിലയുമില്ല. മനസ്സിലായില്ലേ? ഇനി ആ വില ഉണ്ടായിരുന്നെങ്കിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ മകനുണ്ടല്ലോ, തുഷാർ വെള്ളാപ്പള്ളി, എത്ര തവണ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മത്സരിച്ചു? എത്ര തവണയാണ് മത്സരിച്ചത്? എവിടെയെങ്കിലും വിജയിക്കാൻ പോയിട്ട് കെട്ടിവെച്ച കാശ് പോലും തിരിച്ചു മേടിക്കാനുള്ള യോഗം ഉണ്ടായോ? ഉണ്ടായിട്ടില്ല. അതാ പറയുന്നത്. ഇവരുടെ ഈ പറയുന്ന, ഞാൻ SNDP-ക്കാർ മോശമാണെന്നല്ല പറയുന്നത്, ഈ പറയുന്ന രണ്ടെണ്ണം, ഇവരുടെ തലപ്പത്തിരിക്കുന്ന രണ്ടാള് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശന് എന്ത് വേണം? SNDP-ക്കാരെ കൊള്ളയടിക്കണം, കള്ള് കച്ചവടം നടത്തണം, ബ്ലേഡ് മാഫിയ നടത്തണം എന്നതിനൊക്കപ്പുറം SNDP ആ ഒരു സമുദായം രക്ഷപ്പെടണം അങ്ങനെയുള്ള ഒരു യാതൊരുവിധ ചിന്താഗതിയും വെള്ളാപ്പള്ളി നടേശനില്ല. വെള്ളാപ്പള്ളി നടേശന് അതില്ല എന്ന് മാത്രമല്ല, മാക്സിമം ആ സമുദായത്തെ, ഈഴവ സമുദായത്തെ ഇങ്ങനെ ഊറ്റി പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ലക്ഷ്യം. ആ സമുദായത്തെ ഇത്രയധികം ദ്രോഹിക്കുന്ന, ഉപദ്രവിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാ, മറ്റാരുമല്ല. ബാക്കിയുള്ളവരൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. വെള്ളാപ്പള്ളി നടേശനാണ് നേതാവാണെന്ന് പറഞ്ഞ് കൂടെ നിന്ന് ആ സമുദായത്തെ ഊറ്റിയെടുക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ പ്രചരണങ്ങളൊക്കെ എല്ലാവരും നന്നായിട്ട് കണ്ടതുമാണല്ലോ. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ടോട്ടലി ഒരു മാനസാന്തരം. ഇനി കുറച്ചു കാലം സതീശനെ അപ്പ എന്ന് വിളിക്കാമെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. എൻ്റെ തന്ത സതീശനാണ് എന്നാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ വാശിയും. അങ്ങനെയാണ്. കാരണം എന്താ? എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, കൈസിലാവണം, ചാവുന്നത് വരെ അഴിയെണ്ണാതെ എങ്ങനെയെങ്കിലും ഇങ്ങനെ പോയാൽ മതി. ബിസിനസ്സൊക്കെ വെള്ളാപ്പള്ളി നടത്തിക്കോളും. ബിസിനസ് നടത്താൻ അവിടെ ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ട്, അവർ ചെയ്തോളൂ. അതല്ല, എത്രയൊക്കെ SNDP-യുടെ നേതാവാണെന്നൊക്കെ പറഞ്ഞിട്ട് ജയിലിൽ പോയി കിടക്കേണ്ട ഗതികേടൊക്കെ ഉണ്ടായ വലിയ ഇടങ്ങാറല്ലേ? അതും പ്രായം അത്ര ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ജയിലിൽ പോയി അഴിയെണ്ണേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് ചാവുന്നത് വരെ എങ്ങനെയെങ്കിലും ഇങ്ങനെ തട്ടിമുട്ടിപ്പോണം. ഇത്രയും കാലം പിണറായി വിജയനായിരുന്നു തന്ത, ഇനി സതീശനാണ് എൻ്റെ തന്ത എന്നാണ് വെള്ളാപ്പള്ളിയുടെ ലൈന്. കാരണം വേറെ വഴിയില്ല, ഇതാണ് ഇനി ഒരു വഴി. ആ വഴി നടക്കുമോ എന്നുള്ളതും വെള്ളാപ്പള്ളി നടേശന് നിശ്ചയമല്ല കേട്ടോ. എന്നാലും ഒരു ട്രൈ ആണ്, പരിശ്രമമാണ്. ഒന്ന് ശ്രമിച്ചു നോക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് സോപ്പിട്ട് കൂടാൻ. അപ്പ എന്നൊക്കെ വിളിച്ചാൽ ചിലപ്പോൾ സതീശൻ്റെ മനസ്സൊന്ന് അലിഞ്ഞാലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ പിണറായി വിജയനെ മാറി അപ്പ എന്ന് സതീശനെയാണ് വിളിക്കുന്നത് വെള്ളാപ്പള്ളി. ഗതികേടേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ, ഞാൻ പറയുന്നു, കേരളത്തിൽ ഏറ്റവും വലിയ ക്രിമിനൽ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പല രീതിയിലുള്ള ക്രിമിനലുകൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഗോവിന്ദ ജാമീനെ കണ്ടിട്ടുണ്ട്, കൊടി സുനിനെ കണ്ടിട്ടുണ്ട്, കിർമാണി മനോജിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല ക്രിമിനൽമാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ കേരളത്തിൽ. പക്ഷേ കേരളത്തിലെ നമ്പർ 1 ക്രിമിനൽ ആരാ? അത് ഈ വെള്ളാപ്പള്ളി നടേശനാ. വെള്ളാപ്പള്ളി നടേശൻ എന്താണ്? VIP ക്രിമിനലാണ്. അതാണ് വ്യത്യാസം അത്രയേ ഉള്ളൂ. കേരളത്തിലെ VIP ക്രിമിനലാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് അല്ലേ? പല ഇപ്പം നമ്മൾ കൂടത്തായിലെ ജോളി, സ്വത്തിനു വേണ്ടി കുടുംബാംഗങ്ങളെ മൊത്തം സയനൈഡ് കൊടുത്ത് കൊന്ന ജോളി. അതുപോലെ കാമുകന് ജ്യൂസിൽ മറ്റേ വിഷം കലക്കി കൊടുത്ത ഗ്രീഷ്മ. അങ്ങനെ ഒരുപാട് ക്രിമിനലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെയൊക്കെ VIP ക്രിമിനൽ, തലതൊട്ടപ്പൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ക്രിമിനലാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. ആ നടേശന് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്ങളുണ്ട്. അഴിയെണ്ണേണ്ടി വരുമോ എന്നുള്ള ഭയമുണ്ട്. ആ ഭയം തന്നെയാണ് ഇപ്പം സതീശനെ അപ്പ എന്ന് വിളിക്കാൻ വെള്ളാപ്പള്ളി നടേശനെ പ്രേരിപ്പിച്ച ഘടകം. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, സതീശൻ്റെ പ്രായവും വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രായമൊക്കെ നോക്കുമ്പോൾ എങ്ങനെയായാലും അപ്പ എന്ന് വിളിക്കാൻ പറ്റൂല, വേണേ മോനെ എന്ന് വിളിക്കുക. കാരണം വെള്ളാപ്പള്ളിയുടെ മോനാകാനുള്ള പ്രായം ആർക്കുള്ളൂ?
വി ഡി സതീശനുള്ളൂ. പക്ഷേ ഇപ്പം എന്താ ചെയ്യുന്നത്? നേരെ തിരിച്ചാ. അപ്പാന്നാ വിളിക്കുന്നത് സതീശനെ കാണുമ്പോൾ. സതീശനെ അപ്പാന്നാ വിളിക്കുന്നത്. സതീശനെ കാണുമ്പോൾ മാത്രമല്ല, മാധ്യമങ്ങളിലൂടെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പാ 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 അപ്പാന്ന്. ഇപ്പം നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പം കുട്ടികളായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു പൊതു സ്ഥലത്ത് പോയാൽ, ഒരു പബ്ലിക് പ്ലേസിൽ പോയാൽ, കുട്ടികളെങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടി കരച്ചിലായിരിക്കും. എന്താ വിളിക്കുക? അച്ഛനെ വിളിച്ച് കരയുമല്ലോ കുട്ടികൾ. അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ കരയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് സതീശനെയാ വിളിക്കുന്നേ. അപ്പാ 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 നിലവിളിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചിലാകണം, തടി കഴിച്ചിലാക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമേ വെള്ളാപ്പള്ളി നടേശനുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ വർഗീയ വിഷജന്തു ഇപ്പോൾ സതീശന് വലിയ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്, സതീശൻ എന്തോ സർട്ടിഫിക്കറ്റ് വെച്ച് ഇവൻ്റെ അടുത്ത് പോയി. ഇത് ഇന്ന് വരെ കേരളത്തിലെ മറ്റുള്ള നേതാക്കളിൽ നിന്ന് സതീശനെ വ്യത്യസ്തനാക്കുന്നതാ. ഈ സതീശനോട് ഇത്രയധികം ശത്രുത ഉണ്ടാകാനുള്ള കാരണം അതാ. സതീശൻ ഇന്ന് വരെ നടേശൻ്റെ തിണ്ണനിറങ്ങാൻ പോയിട്ടില്ല, ഒരാളുടെയും തിണ്ണനിറങ്ങാൻ പോയിട്ടില്ല. അത് തന്നെയാണ് ഇവർക്ക് ഇത്ര വലിയ ദേഷ്യവും. പക്ഷെ സതീശന് കാര്യം അറിയാം. സതീശന് ഇവരൊന്നും ഇല്ല, ഇവരല്ല, ജനമാണ് തൻ്റെ രാജാക്കന്മാർ എന്നുള്ള ബോധ്യം സതീശനുണ്ട്. അതുകൊണ്ട് സതീശൻ എപ്പോഴും ജനത്തിന് കൂടെയാ, പൊതു സമൂഹത്തിനൊപ്പമാണ് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് സതീശന് മേലെ ഇത്ര വലിയ പ്രശ്നം. കാരണം SNDP-ക്കാർ, പറവൂരിലെ SNDP-ക്കാർ ആർക്കൊപ്പാ? സതീശനൊപ്പാണ്. പറവൂരിലെ SNDP-ക്കാരന് സതീശൻ കഴിഞ്ഞിട്ടേ വെള്ളാപ്പള്ളി നടേശനുള്ളൂ. വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് ഇല്ല തന്നെ, സതീശനൊപ്പമാണ് അവർ. അപ്പോൾ വെള്ളാപ്പള്ളിക്ക് എന്താ പ്രശ്നം? ഞാൻ വെള്ളാപ്പള്ളിയുടെ SNDP-യുടെ വലിയ നേതാവൊക്കെയാണ്. പക്ഷേ പറവൂരിലെ SNDP-ക്കാർക്ക് സതീശനാണ് എല്ലാം. അതിൻ്റെ ഒരു വേദനയുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും സതീശനാണെങ്കിൽ പറവൂരിലെ SNDP-ക്കാരൻ നേതാവാ, സതീശനാണെങ്കിൽ എൻ്റെ അടുത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്ത് വരുന്നുമില്ല, പോകുന്നുമില്ല, ഒന്നും ചെയ്യുന്നുമില്ല, കാണുന്നുമില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ വെപ്രാളമാണ്. അങ്ങനെ വെപ്രാളം കൂടിക്കൂടി ഇപ്പം മുഖ്യമന്ത്രി കസേരയിലേക്ക് കൂടി വരികയാണെന്ന് അറിഞ്ഞപ്പോൾ അപ്പാ 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 എന്നാ വിളിക്കുന്നേ, സതീശനെയാ വിളിക്കുന്നേ. പ്രായം വെച്ചിട്ട് ആരും അങ്ങനെ നോക്കണ്ട. ഇനി ഇത് വിളി കേൾക്കുമ്പോൾ നിങ്ങളാരും വിചാരിക്കണ്ട നടേശൻ്റെ തന്ത സതീശനാണെന്ന്. അങ്ങനെയൊന്നും അത്ര നടേശൻ്റെ തന്തയാവാൻ മാത്രം ചെറ്റയൊന്നുമല്ല സതീശൻ, മനസ്സിലായില്ലേ? ആ ചെറ്റയുടെ തന്ത വേറെയാ. പക്ഷേ ഇപ്പോൾ ആ ചെറ്റ അങ്ങനെയാ. കാണുന്നവരൊക്കെ അപ്പ എന്നാ വിളിക്കുന്നത്, കാണുന്ന എല്ലാവരും ഇല്ല. ഇപ്പോൾ സതീശനെയാണ് അപ്പ. ഇത്ര ദിവസം പിണറായി വിജയനെ അപ്പ എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ സതീശനെയാണ് അപ്പ എന്ന് വിളിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, എങ്ങനെയെങ്കിലും തടി കഴിച്ചിലാക്കണം, അതാ ലക്ഷ്യം.